ഹലോ സുഹൃത്തെ, ഞാൻ ജസിൽ. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു മൊബൈൽ ഫോണിൽ എങ്ങനെ ഒരു ഇമെയിൽ ഐ ഡി ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഒരു ഇമെയിൽ ഐ ഡി ക്രിയേഷന് അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐ ഡി നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിലും സ്കൂളുകളിലായാലും കോളേജുകളിലായാലും അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ തന്നെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ വരെ ഒരു ഇമെയിൽ ഐ ഡി വേണം. ഇനിയിപ്പോൾ അഥവാ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ട്, അതിന് പുറമെ നമുക്ക് ഒരു ഇമെയിൽ ഐ ഡിയും കൂടിയും വേണമെങ്കിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്, ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാൻ പോകുന്നത്. എന്തായാലും അതിന് നമ്മൾ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ സെറ്റിങ്സ് പോകാം. നമുക്കറിയാം, ഫോണിൻ്റെ സെറ്റിങ്സ് ഉണ്ടാവും. ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണാം മുകളിലുള്ള ആ സെറ്റിങ്സ് ഉള്ള ചിഹ്നത്തിൽ പോയാൽ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. സെറ്റിങ്സ് പോയതിന് ശേഷം നമ്മളൊന്ന് താഴോട്ട് പോവുക. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൂഗിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇപ്പോഴുള്ള ഒരു അക്കൗണ്ട് അതിൽ കാണാൻ പറ്റും. അതിന് പുറമെ മറ്റ് അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും. ഇപ്പോഴുള്ളൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടല്ലോ, അതിൻ്റെ വലത് ഭാഗത്തായിട്ട് നമുക്ക് ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ആഡ് അനദർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻ്റർഫേസ് തുറന്ന് വരും. അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ലോക്ക് എത്രയാണോ അത് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മളോട് ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ കൊടുക്കാൻ പറയും. ആദ്യമേ നമ്മുടെ അടുത്തൊരു ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാം. നമുക്കിപ്പോൾ വേണ്ടത് പുതുതായിട്ടൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടിയിൽ കാണാം, ഇടതുഭാഗത്ത് കാണാം ക്രിയേറ്റ് അക്കൗണ്ട്. ക്രിയേറ്റ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണോ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. നമുക്ക് ആണെങ്കിൽ ഫോർ മൈസെൽഫ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, മൈസെൽഫ് ക്ലിക്ക് ചെയ്താൽ നമ്മളോട് ചോദിക്കും നമ്മുടെ ഫസ്റ്റ് നെയിം എന്താണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് നെയിം കൊടുക്കുകയാണ്, ജസിൽ. ഫസ്റ്റ് നെയിം കൊടുത്തു. ശേഷം എൻ്റെ സർനെയിം ഓപ്ഷനിലാണ്, വേണമെങ്കിൽ കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, വെറുതെ എന്തെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. 1 ജനുവരി 2000. ഓക്കെ, ഒരു 18 വയസ്സിൻ്റെ മുകളിലുള്ള ഇത് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ജെൻഡർ എന്താണ്, മെയിലാണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണ് ഫീമെയിൽ, അതടിക്കുക. ശേഷം നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ജസിൽ 7160 ജിമെയിൽ ഉണ്ട്, J57, അങ്ങനെ അവരുടെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഓപ്ഷൻസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കിപ്പോൾ അതൊന്നും ഇഷ്ടമായില്ല. ഞാനിപ്പം ജസിൽ 1 2 3 നോക്കുകയാണ്. ജസിൽ 1 2 3 അവൈലബിൾ അല്ല. തൽക്കാലം അതൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ജസിൽ 7160 എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ജസിൽ 7160 എന്നുള്ള ഈ ജിമെയിൽ ഐ ഡി സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് അടിക്കുന്നു. ഇനി നമ്മളോട് പാസ്വേഡ് ചോദിക്കും. ലെറ്ററിൻ്റെയും നമ്പറിൻ്റെയും സിമ്പിൾ ആയിരിക്കണം. അത് 1 2 3 4 QWER ഒരു സിമ്പിളും വേണമല്ലോ. അത് നമുക്ക് സ്റ്റാർ കൊടുക്കാം. നെക്സ്റ്റ്. ഓക്കെ, പാസ്വേഡ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പർ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് മൊബൈൽ നമ്പർ ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുത്താലും മതി. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജസിൽ 7160@gmail.com എന്ന പുതിയ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഐ അഗ്രി കൊടുത്താൽ നമുക്കിപ്പോൾ ഉള്ള നമ്മുടെ ഇമെയിൽ ഐ ഡി ക്രിയേഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇമെയിൽ ഐ ഡി ക്രിയേറ്റ്
ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ സർവീസസിൻ്റെ ലിങ്ക് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും പുതുതായിട്ട് നമ്മളെ ഫോണിൽ ഒരു അക്കൗണ്ടും കൂടി ആഡ് ചെയ്തതായിട്ട്. ജസിൽ 7168gmail.com ആണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പുതിയ ഇമെയിൽ ID. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിൽ പുതിയ ഇമെയിൽ IDകളൊക്കെ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ ഫോണിൽ സെറ്റിങ്സ് എടുത്തതിന് ശേഷം അക്കൗണ്ട്സ് കാണാം. അക്കൗണ്ട്സിൽ ആഡ് അക്കൗണ്ട് കൊടുക്കാം. അല്ല മറ്റ് ഫോണുകളിലാണെങ്കിൽ സെറ്റിങ്സിൽ തന്നെ ഗൂഗിൾ അക്കൗണ്ട് കാണാം. ഗൂഗിൾ ക്ലിക്ക് ചെയ്തിട്ട് എടുത്തിട്ടും നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു ട്യൂട്ടോറിയലായിട്ട് നമ്മളിവിടെ പഠിപ്പിക്കുന്നതാണ്. എന്തായാലും ഇതുപോലുള്ള വീഡിയോകൾക്ക്, ടെക് വീഡിയോകൾക്ക്, സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ളത് മുതൽ കോംപ്ലക്സ് ആയിട്ട് വരെയുള്ള ടെക് വീഡിയോകൾക്ക് വേണ്ടിയിട്ടും യാത്ര അല്ലെങ്കിൽ വാഹനങ്ങളുടെ റിവ്യൂകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾക്ക് വേണ്ടിയിട്ടും ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.